نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അബൂ ഹുറൈറ, ആ ഒരു പേര് കേൾക്കാത്ത മുസ്ലിമീങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. ഏതൊരു ഖുതുബയാവട്ടെ, ക്ലാസ് ആവട്ടെ, പ്രസംഗമാവട്ടെ, അവിടെയെല്ലാം ആ ഒരു പേര് പരാമർശിച്ചുകൊണ്ട് ഒരു ഹദീസെങ്കിലും പരാമർശിക്കാത്തത് ചുരുക്കമായിരിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അറിവിന്റെ വാതായനങ്ങൾ തുറക്കാൻ വലിയ ഒരു കാരണക്കാരനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്വഹാബി വര്യനെ കുറിച്ച് മനസ്സിലാക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടലും വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നാണ്. അദ്ദേഹം ആദ്യം മുശ്രിക്കായി ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് അബ്ദുശംസ് എന്നായിരുന്നു. സൂര്യന്റെ അടിമ, അതാണ് അബ്ദുശംസ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് മാറ്റിയിട്ട് അബ്ദുറഹ്മാൻ എന്നാക്കി. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി, യമൻകാരനാണ്. യമനിലെ ദൗസ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. എന്നാൽ എന്തുകൊണ്ട് അബൂ ഹുറൈറ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു?
അദ്ദേഹത്തിന്റെ അടുക്കലൊരു പൂച്ചക്കുട്ടി ഉണ്ടായി. എപ്പോഴും ആ പൂച്ചക്കുട്ടിയുമായിട്ടാണ് നടക്കുക. അതിനെ കളിപ്പിക്കലും മറ്റുമൊക്കെ കണ്ടിട്ട് പലരും അദ്ദേഹത്തെ വിളിച്ചതാണ് അബൂ ഹുറൈറ, പൂച്ചയുടെ ആൾ. ആ ഒരു പൂച്ചക്കുട്ടിയുടെ ആൾ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് അബൂ ഹുറൈറ എന്ന പേരിനേക്കാളും ഇഷ്ടമുള്ളത് അബൂ ഹിർ എന്ന പേരായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയങ്ങളിൽ അദ്ദേഹത്തെ ആ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധനം ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ പേരും കുടുംബ പാരമ്പര്യവും അറിയുക എന്നതിലുപരി അദ്ദേഹത്തിന്റെ ജീവിതവും നമ്മുടെ ജീവിതവും ചില താരതമ്യപ്പെടുത്തലുകൾ ആവശ്യമുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ, അദ്ദേഹത്തിന്റെ ഗോത്രക്കാരനായ തുഫൈൽ ഇബ്നു അംർ ദൗസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം തുടങ്ങിയ സമയത്ത് തന്നെ മക്കത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് മനസ്സിലാക്കി തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു ദൗസ് ഗോത്രത്തിലേക്ക് വരികയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അദ്ദേഹം ഇസ്ലാമിനെ മനസ്സിലാക്കി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായി അദ്ദേഹം വരുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 7-ാം വർഷം ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വരുന്നത്. ഒരു സുബ്ഹ് നമസ്കാരത്തിന്റെ സമയം അദ്ദേഹം മദീനയിലെത്തി. നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലായിരുന്നു അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ല. അദ്ദേഹം അവിടെ നിന്ന് നേരെ ഖൈബറിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അവിടെ നിന്നങ്ങോട്ട് 4 വർഷവും 3 മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും നബിയുടെ സന്തത സഹചാരിയായി നിലകൊള്ളാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു 5 പ്രത്യേകതകളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, അദ്ദേഹം അറിവ് നേടാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ആളാണ്. അറിവ് നേടുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷമായിക്കൊണ്ട് അതിനുവേണ്ടി ധാരാളമായിക്കൊണ്ട് ശ്രദ്ധ കൊടുത്തിരുന്ന ഒരാളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നാളെ പരലോകത്ത് താങ്കൾ ശുപാർശ പറയുന്ന ആളുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരാണ്, ആ ഭാഗ്യവാന്മാരാരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ആ ഒരൊറ്റ മറുപടി മതി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ഹുറൈറ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങളെക്കാൾ മുമ്പ് ഒരാളും ഇത് ചോദിക്കൂല എന്നുള്ളത്. കാരണം നിങ്ങൾ അത്രത്തോളം ദീനിനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളാണ്, അറിവ് കിട്ടാൻ ആഗ്രഹം കാണിക്കുന്ന ആളാണ്. അത്രത്തോളം നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടുക? നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാർ, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അത് മനസ്സ് തട്ടി അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി വേറെ ഒന്നും ആഗ്രഹിക്കാതെ ഒരാൾ പറഞ്ഞാൽ, അതനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ, അയാൾക്ക് നാളെ പരലോകത്ത് എന്റെ ശുപാർശയുണ്ട്. ഈ ഒരൊറ്റ ഹദീസിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്.
അതിൽ ഒന്നാമത്തത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അറിവ് കിട്ടണം എന്ന ആഗ്രഹത്തിൽ നിന്നിരുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഫളിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ അത് ഒരാൾ അംഗീകരിക്കാതെ ഒരാൾക്കും സ്വർഗം ലഭിക്കുകയില്ല. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തും കിട്ടില്ല. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ശഫാഅത്ത് നടത്തും. ഇസ്ലാമിൽ ശഫാഅത്ത് ഉണ്ട്. എന്നാൽ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും കൊടുക്കുമെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിബന്ധന പറഞ്ഞു. ശഫാഅത്ത് കിട്ടണമെങ്കിൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. ഖാലിസൻ മിൻ ഖൽബിഹി, അങ്ങേറ്റത്തെ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് വ്യക്തമായി ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി അതനുസരിച്ചുള്ള ഒരു ജീവിതം കൂടി ഉണ്ടാകാൻ. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്ക് അല്ലാഹു അല്ലാത്തവരിലേക്ക് ഓടിപ്പോകുന്ന ആളുകൾ, അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തുന്ന ആളുകൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പൊ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമസ്കാരം, നമ്മുടെ ഏത് ആരാധനകളാവട്ടും അതെല്ലാം അല്ലാഹുവിലേക്കായിരിക്കണം. പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടായിരിക്കണം. സഹായം തേടേണ്ടത് അല്ലാഹുവിനോടായിരിക്കണം. അതുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വാചകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, അദ്ദേഹം അറിവ് നേടാൻ ആഗ്രഹിക്കുക മാത്രമല്ല, അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ വാചകം ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും അറിവ് നേടണം എന്ന് ആഗ്രഹമുണ്ട്. ഖുർആൻ മുഴുവനായിട്ട് വായിക്കണ്ടേ? വായിക്കണം. ഖുർആൻ നേരെ ഓതാൻ പഠിക്കണ്ടേ? പഠിക്കണം. ഖുർആനിൽ കുറെ സൂറത്ത് മനപ്പാടാക്കണ്ടേ? മനപ്പാടാക്കണം. ദീനിനെ കുറിച്ച് എല്ലാ വിഷയങ്ങളും അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, നല്ല ആഗ്രഹമുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി എന്ത് പരിശ്രമിച്ചു എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അവിടെയാണ് നമ്മളിൽ നിന്നും വ്യത്യസ്തനാകുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അങ്ങേറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് പരിശ്രമിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എത്രത്തോളം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, ഒരുപാട് ഹദീസുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ അൻസ, ഞാനത് മറന്നു പോവുകയാണ്. അങ്ങനെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. എന്താ ഞാൻ ചെയ്യാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തട്ടൊന്ന് നിവർത്തിന്നു. അദ്ദേഹത്തിന്റെ തോളിലുള്ള ഒരു തട്ടുണ്ടായിരുന്നു. ആ തട്ടം ഒന്ന് നിവർത്തി പിടിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കോരിയെടുക്കുന്നത് പോലെ ആ തട്ടത്തിലേക്ക് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിങ്ങൾ ചുരുട്ടി പിടിച്ചിട്ട് നിങ്ങളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി നിങ്ങൾ മറക്കൂല എന്ന് അറിയിക്കണം. അദ്ദേഹം പറയാണ്, ഫളമംതുഹു, ഞാൻ അതിനെ എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഫമാ നസീതു ശൈഅൻ ബഅദഹു, അതിനുശേഷം ഞാൻ ഒന്നും മറന്നുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുമ്പോഴും അത് കൃത്യമായി ഓർമ്മയോടുകൂടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു പരിശ്രമം, ദീനിനോട് പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സമയത്ത് ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ് കൂടി പറയുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇൽമിനോടുള്ള ത്വര എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു റമദാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന്റെ മുതലുകളൊക്കെ അതിന്റെ സൂക്ഷിപ്പുകാരനായിട്ട് അബൂ ഹുറൈറ പറഞ്ഞു. ഒരു കുമാരൻ കണക്കെ ഇഷ്ടപ്പെടുന്ന രാത്രി സമയത്ത് അതിന് കാവൽ നിൽക്കണം. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഡ്യൂട്ടി. അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്താണ് രാത്രി ഇരുളിന്റെ മറവിൽ ഒരാൾ ഇങ്ങനെ വന്നിട്ട് മെല്ലെ ആ സക്കാത്തിന്റെ മുതലിൽ നിന്ന് എടുക്കുന്നത്. ഇത് കണ്ടതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മധുരം കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഇയാൾ പറഞ്ഞു, ഏറ്റവും പ്രയാസത്തിലാണ്, ഈ ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് എടുത്തത്, നീ ഒരിക്കലും ഞാൻ ചെയ്യും. അയാളോട് അവരാജ്യത്തിൽ കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിട്ടു. പക്ഷേ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ.
പിറ്റേ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ ഒരാൾ വന്നിരുന്നില്ലേ, അദ്ദേഹം ഇന്നും വരുന്നു, അയാൾ ഇന്നും വരുന്നു. അബൂ ഹുറൈറ അത്ഭുതപ്പെട്ടു. അദ്ദേഹം മാത്രം കണ്ട ഒരു കാര്യം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്നാൽ അന്നേ ദിവസം രാത്രി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കണം. ഇന്ന് അയാൾ വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, രാത്രിയായി ആ മനുഷ്യൻ പോകുന്നു. അന്നും അയാൾ എടുത്തു, അബൂ ഹുറൈറ റളിയല്ലാഹു വിളിച്ചു. അപ്പോഴും അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ എന്തായാലും നടക്കുന്നു. തലേ ദിവസം പറഞ്ഞതുപോലെ തന്നെ അയാളുടെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഇനി ഉണ്ടാവരുതെന്ന് പറഞ്ഞു ഒഴിവാക്കി. പിറ്റേ ദിവസം ഇതേപോലെ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇന്നും അയാൾ വരും. മൂന്നാമത്തെ ദിവസം ഇന്ന് എന്തായാലും വിടൂലെന്ന് തീരുമാനിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ കാത്തിരുന്നു. ആ സമയത്ത് അയാൾ വന്നു, അയാൾ വീണ്ടും എടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇന്ന് ഞാൻ എന്നെ ഒരിക്കലും വിടൂല, കാരണം 2 തവണ നിന്നെ വിട്ടിട്ടുണ്ട്, ഇന്ന് ഞാൻ ഒരിക്കലും വിടൂല. ആ സമയത്ത് അയാള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചാൽ, രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ സൂറത്തുൽ ബഖറയിലുള്ള ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ ഒരു ആയത്ത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പിശാച് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. ഒരു അറിവ് കിട്ടുക എന്നുള്ള നിലയ്ക്ക് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടു. അയാളെ വിട്ടു. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് എത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇന്നൊരു സംഭവം ഉണ്ടായി. എന്നിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അയാളെ പിടിച്ചപ്പോൾ അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രാത്രി കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പിശാച് നിങ്ങൾ അടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമാ ഇന്നഹു ഖദ് സദഖക വഹുവ കദൂബുൻ. അയാൾ പറഞ്ഞത് സത്യമാണ്. വഹുവ കദൂബുൻ, അവൻ കള്ളനാണ്, പക്ഷെ അവൻ പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, തഅലമു മൻ തുഖാതിബു മുൻദു സലാസിൻ യാ അബൂ ഹുറൈറ. അബൂ ഹുറൈറ കഴിഞ്ഞ 3 ദിവസങ്ങളിലും താങ്കളുടെ അടുത്ത് വന്ന് സംസാരിച്ചത് ആരാന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, ലാ, അല്ലാഹുവിന്റെ റസൂൽ എനിക്കറിയൂല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാക ശൈത്താൻ, അത് ശൈത്താനായിരുന്നു. ശൈത്താൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഒരു ഹദീസ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിനെ ഓർമ്മപ്പെടുത്തിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ദീന് പഠിക്കാൻ, ദീന് കേൾക്കാൻ, ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്താണോ ആരാണോ പറയുന്നത് അത് കേൾക്കണം എന്നുള്ള ആഗ്രഹമുള്ളതാണ്. എന്നാൽ ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. ശൈത്താൻ പറഞ്ഞു തരണോ നമുക്ക് ഒരായത്തിൽ കുറിച്ച് പഠിക്കാൻ? ചില ആളുകൾ വിശദീകരിക്കാറുണ്ട്. ഇമാം ബുഖാരിയുടെ ഹദീസുകളൊക്കെ എതിർക്കുന്ന ആളുകൾ ഈ ഒരു ഹദീസിനെ വെച്ചുകൊണ്ട് പറയും, ഒരു ശൈത്താൻ വന്നിട്ട് വേണോ ഒരു മുസ്ലിമിന് ആയത്തുൽ കുർസി പഠിക്കാൻ? ശൈത്താനാണോ പഠിപ്പിക്കേണ്ടത്? ഈ ഹദീസ് മുഴുവനായിട്ട് വായിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. ശൈത്താൻ പറഞ്ഞു എന്നുള്ളതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സത്യപ്പെടുത്തുന്നത്. അമാ ഇന്നഹു ഖദ് സദഖക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നത്, അവൻ പറഞ്ഞത് സത്യമാണ്. ഇനി അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിൽ ആയത്തുൽ കുർസിയുടെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ, 5 വക്ത് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അയാൾക്കും സ്വർഗത്തിനും ഇടയിൽ തടസ്സമായിട്ടുള്ളത് മരണം മാത്രമേ. അയാൾ മരിച്ചാൽ സ്വർഗത്തിലാണ്. എത്ര സിമ്പിളായിട്ടാണ് ഇസ്ലാം പറയുന്നത് സ്വർഗം കിട്ടാനുള്ള കാര്യങ്ങൾ. 5 വക്ത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ വിക്റുകളൊക്കെ ചൊല്ലുന്ന കൂട്ടത്തിൽ ഒരൊറ്റ മിനിറ്റ് മാറ്റി വെച്ചാൽ ആയത്തുൽ കുർസി ചൊല്ലാൻ 1 മിനിറ്റ് നമുക്ക് ആവശ്യമുണ്ടാകും. നമുക്ക് കാണാതെ അറിയൂലേ, അടുത്തുള്ള ഏതെങ്കിലും ഒരു ഖുർആൻ എടുത്തിട്ട് നോക്കിയിട്ടെങ്കിലും ഒന്ന് ചൊല്ലിയിട്ട് നമ്മളത് ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ പുണ്യം അതിലുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഏതായിരുന്നാലും ഈ ഒരു ഹദീസിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഇൽമിനോടുള്ള ഒരു താല്പര്യം നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ അർത്ഥത്തിലും ദീന് പഠിക്കാൻ അദ്ദേഹം റെഡിയായിരുന്നു.
പട്ടിണി കിടന്നിട്ടും ദീന് കിട്ടണമെന്ന, അറിവ് കിട്ടണമെന്ന ആഗ്രഹമായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അദ്ദേഹം മദീനയിലെ അസ്ഹാബ് സുഫ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകൾ. മക്കക്കാരി എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരാണ്. എന്നാൽ മദീനയിലുള്ളവരാകട്ടെ കൂടുതലും കൃഷിക്കാരാണ്. മക്കയിൽ നിന്ന് എല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് വന്ന സ്വഹാബിമാരിൽ പല ആളുകൾക്കും നല്ല ജോലിയോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പലരും പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മദീന പള്ളിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു സ്ഥലം കൊടുത്തു, അവിടെ ഇരുന്നോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലതും സദഖയായിട്ട് കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനായിട്ട് അവർക്ക് കൊടുക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ സ്വീകരിക്കാറില്ല. ഇനി സമ്മാനമായിട്ടൊരു ഹദിയയായിട്ട് കിട്ടിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചൊക്കെ കൊടുക്കും, എന്നിട്ട് ബാക്കി ഒരുക്ക് കൊടുക്കും, അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ആ കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാകാറുണ്ട്. ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വിശപ്പ് കാരണത്താൽ ഞാനൊരു തവണ തളർന്നു വീണിട്ടുണ്ട്. ആളുകൾ വിചാരിച്ചു എനിക്ക് മനസ്സിന് വല്ല പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ വീണിക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ഭ്രാന്ത് വന്നിക്കാണ് എന്ന് ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. സത്യത്തിൽ എന്റെ വിശപ്പിന്റെ കാരണത്താലായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാൻ പറ്റും, വിശപ്പ് കാരണത്താൽ മദീന പള്ളിയുടെ ഭാഗത്ത് കിടക്കുമ്പോൾ വയറിൽ ഇങ്ങനെ കല്ല് കെട്ടിയിട്ട് ഞാൻ കടന്നിരുന്നു. ഒരു തവണ അദ്ദേഹത്തിന് വിശപ്പ് കാരണത്തെ എണീക്കാൻ പറ്റണില്ല, അവിടെ കിടക്കുക. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നല്ല സന്തോഷമായി. അദ്ദേഹത്തിനോട് തന്റെ ആവശ്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ പറയും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആനിൽ ഒരു ആയത്ത് ചോദിച്ചു. ഒരു ആയത്തിനെ കുറിച്ച് സംശയം ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയാമത്. എന്നാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോ നിങ്ങൾ വരും, വീട്ടിക്ക് വരും, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയത്ത് ചോദിക്കണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്ത് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം അങ്ങനെ പോയി. അദ്ദേഹം ഈ കാര്യം ഒന്നും ചോദിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ചോദിച്ചു. അദ്ദേഹം ആയത്ത് പറഞ്ഞു, പക്ഷെ വിളിച്ചില്ല. ഹദീസിൽ കാണാൻ പറ്റും, കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞിരുന്നു അദ്ദേഹം അങ്ങേറ്റ പ്രയാസത്തിലാണ്. അബൂ ഹുറൈറ വിളിച്ചു പറഞ്ഞു, അബൂ ഹുറൈറ വരും, നിങ്ങൾ വരും, വീട്ടിലേക്ക് പോകുക. അബൂ ഹുറൈറ അങ്ങേറ്റത്തെ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒപ്പം നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാരോട് ചോദിക്കുക എന്താ ഉള്ളത്. അവർ പറഞ്ഞു, പ്രവാചകർ ഒരാള് ഹദിയായിട്ട് കുറച്ച് പാല് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് പാല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്തു, അദ്ദേഹം കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ വളരെ കുറഞ്ഞ പാലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിചാരിച്ചു അത് എനിക്ക് തരും, അത്രയും വിശപ്പിലാണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവിടെ വേറെയും കുറെ ആൾക്കാരില്ലേന്ന് ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, എന്നാ അവരോട് വരാൻ പറയുന്നു. ഹദീസിൽ കാണാൻ പറ്റും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബേജാറായി. കാരണം എല്ലാവരും വിളിച്ച കൊടുക്കാനുള്ളതില്ല, ഞാൻ ഇനിയും പട്ടിണിയാകുമോ എന്നുള്ള പേടി. പക്ഷേ ഹദീസിൽ കാണുവാൻ സാധിക്കും അവരെല്ലാവരെയും വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാലിന്റെ പാത്രം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന ആൾക്ക് കുടിക്കും. അയാൾ കുടിച്ചു. എന്നിട്ട് നേരെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു, ഇന്ന ആൾക്ക് കുടിക്കും. ഓരോ ആളുകൾക്കും കൊടുത്തു. അവസാനം ഹദീസിൽ കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ബാക്കിയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, ബഖീതു അന വ അൻത, ഞാനും നിങ്ങളും മാത്രം ബാക്കിയായില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സദഖ്ത യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ഇരിക്കും, നിങ്ങൾ കുടിക്കും, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾ കുടിക്കുന്നത്. അദ്ദേഹം കുടിച്ചു. എന്നിട്ട് പാത്രം അങ്ങനെ നീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിയും കുടിക്കുന്നു. വീണ്ടും കുടിച്ചു, ഇനിയും കുടിക്കുന്നു. എത്രത്തോളം എന്നാൽ അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളെ നിയോഗിച്ച അള്ളാഹു തന്നെയാണ് സത്യം, മാ അജിദു ലഹു മസ്ലക, നിന്റെ വയറ്റില് ഒരു സ്ഥലമില്ല, അത്രയും ഞാൻ കുടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ പാത്രം വാങ്ങി ബിസ്മി ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രത്തിൽ നമ്മുടെ നേതാവിന്റെ സ്നേഹം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്നേഹം നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആവശ്യക്കാരനാണ്.
സാമ്പത്തികമായിട്ട് വല്ല കഴിവൊന്നുമില്ല. പക്ഷേ തന്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആദ്യം കൊടുത്തിരുന്നു. എന്നിട്ട് ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുക. ഇവിടെയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത്രയും പട്ടിണിയും പരിവട്ടവുമായിട്ട് ജീവിച്ചിട്ടും അദ്ദേഹം ദീന് പഠിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം പിന്നിലേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം അറിവ് നേടണമെന്ന് ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവരും അറിവ് നേടണമെന്ന് ആഗ്രഹിച്ചു. മറ്റുള്ളവരും ദീന് പഠിക്കണം. അതിന് അദ്ദേഹം ചെയ്ത ചില പദ്ധതികൾ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അദ്ദേഹം മദീന അങ്ങാടിയുടെ ഭാഗത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറയാണ്, അല്ലയോ ആളുകളെ, ആ മദീനയിലുള്ള അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പറയാണ്, യാ അഹ്ല സൂഖ്, അല്ലയോ അങ്ങാടിയിലുള്ളവരെ, നിങ്ങൾ എന്താ അവിടെ ഇരിക്കുകയാണോ? അതാ മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ ആ അനന്തര സ്വത്ത് വാങ്ങുന്നില്ലേ? ആളുകൾ എല്ലാവരും ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് കൊടുക്കുക. എല്ലാവരും പുറപ്പെട്ടു. അബൂ ഹുറൈറ അങ്ങാടി തന്നെ നിന്നു. എല്ലാവരും ആവേശത്തോടു കൂടി പോയി. പക്ഷേ കുറച്ചു കഴിഞ്ഞ് നിരാശയോടുകൂടി അവരിങ്ങനെ വരിക. അദ്ദേഹം അവരോട് ചോദിച്ചു, മാലക്കും, എന്തു പറ്റി നിങ്ങൾക്ക്? അവര് പറഞ്ഞു, ഞങ്ങൾ അവിടെ ചെന്നു, ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. പക്ഷേ അവിടെ കുറച്ചാൾക്കാർ ഖുർആൻ ഓതുന്നുണ്ട്, കുറച്ചാൾക്കാർ ദീന് പഠിക്കുന്നുണ്ട്, ഹലാലും ഹറാമൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറൊന്നും ഞങ്ങൾ കണ്ടില്ല. വേറെ അവിടെ വീതം വെക്കുന്നൊന്നും കണ്ടിട്ടില്ല. ഇത് കേട്ടതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വൈഹക്കും, നിങ്ങൾക്ക് നാശം. ദാക മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ദീനാണ്, അറിവാ. ആ ഒരു അനന്തര സ്വത്ത് നമ്മൾ എത്ര വാങ്ങുന്നുണ്ട്? നമ്മുടെ ഉമ്മാന്റെ അനന്തര സ്വത്ത്, വാപ്പാന്റെ അനന്തര സ്വത്ത്, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലുള്ള ആളുകളുടെ അനന്തര സ്വത്ത്, അത് എനിക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാ നമ്മൾ. വാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജ്യേഷ്ഠനും അനിയത്തിയും തമ്മിൽ തർക്കമുണ്ടാകുന്നത് ഒരുമിച്ച് വീതിക്കണോ, അതല്ല ഇസ്ലാം പറഞ്ഞ പോലെ വീതിക്കണോ? അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തിന്റെ പേരിൽ? ദുനിയാവിന്റെ കാര്യത്തിൽ എനിക്ക് കിട്ടണമെന്ന നിലക്ക്. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് ഈ ദീന്, ഇസ്ലാം, അറിവ്, നമ്മൾ എത്ര ആളുകൾ സ്വീകരിക്കുന്നുണ്ട്? ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. തന്റെ ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന് കേൾക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസ് പഠിക്കാൻ നിന്ന ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവെങ്കിൽ ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ പങ്കെടുക്കേണ്ട ഖുതുബയുടെ വിഷയത്തിൽ അത് മുഴുവനായി കേൾക്കണമെന്നറിഞ്ഞിട്ടും ഏത് സമയത്താണ് നമ്മളൊക്കെ എത്താറുള്ളത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ പറയണത്, ആരെയും കുറ്റപ്പെടുത്താനല്ല. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ 5000-ലധികം ഹദീസുകൾ മനഃപ്പാഠമാക്കിയിട്ടുള്ള ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കയറിയിട്ടുള്ള സ്വർഗ്ഗത്തിലാണ് നമ്മളും എത്താനുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എത്ര ഹദീസ് നമുക്കറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസെങ്കിലും, ഒരൊറ്റ ഹദീസെങ്കിലും തെറ്റുകൂടാതെ പറയാൻ നമുക്ക് കഴിയുമോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. അദ്ദേഹം കയറിയ സ്വർഗത്തിലാണ് നമ്മൾ എത്താനുള്ളത്. പട്ടിണി കിടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീന് കേട്ടിട്ട് അദ്ദേഹം നേടിയെടുത്ത സ്വർഗം നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ ദീന് കേൾക്കാൻ നമ്മൾ മാറ്റിവെക്കുന്ന സമയം എത്രയെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ 4ാമത്തെ പ്രത്യേകത, മറ്റൊരാൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നത്, അത് മറച്ചു വെക്കുന്നതിന് അദ്ദേഹം ധാരാളമായിട്ട് ഭയപ്പെട്ടിരുന്നു. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ കാരണമായിരുന്നു അത്. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറക്ക് എവിടുന്ന ഇതിന് മാത്രം അറിവുള്ളത്? എന്താ അബൂ ഹുറൈറ മാത്രം ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യണത്? എന്താ അബൂ ഹുറൈറക്ക് മാത്രം ഒരുപാട് അറിവ് നേടാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, മുഹാജിറുകളും അൻസാറുകളും ഒക്കെ ഇങ്ങനെ പല ആവശ്യങ്ങളുമായിട്ട് എങ്ങനെ ഇറങ്ങി, പക്ഷേ ഞാൻ അവിടെ ഇരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖുർആനിലെ 2 ആയത്ത് അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ഹർഫ് പോലും പറയൂലായിരുന്നു.
കാരണം പേടി കാരണം, ഒരാളും കിട്ടണ്ട എന്ന ഉദ്ദേശത്തിലല്ല. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ അദ്ദേഹം ഓതി തരുന്നുണ്ട്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത് വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു ശപിക്കുന്നവരൊക്കെ ശപിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം അതിനെ മറച്ചുവെക്കുന്നവരാരോ, അറിഞ്ഞിട്ടും അതിനെ മറച്ചുവെക്കുന്നവരാരോ അവരെ അല്ലാഹു ശപിക്കും. ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കും, മറച്ചു വെക്കുന്ന ആളുകളെ. എന്നിട്ട് ബാക്കി കൂടി അദ്ദേഹം ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കാണ്. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം. ചില ആളുകൾ ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഒഴിവാ. ആരാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നതാണ്. ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ. അള്ളാഹുവിന്റെ ഈ 2 ആയത്തുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദീനിനെ ഇത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ കാരണമായത്. പ്രിയപ്പെട്ടവരെ, നമ്മളും പരിശോധിക്കണം. നമ്മൾ പഠിക്കാനും ജീവിതത്തിൽ മനസ്സിലാക്കാനും നമ്മൾ മനസ്സിലാക്കിയ ദീൻ ഏതാണോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ സന്നദ്ധമാവണം. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രത്യേകതകളാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ 5ാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠമുള്ളത് ദുനിയാവിനോട് അങ്ങേയറ്റത്തെ വിരക്തിയും എന്നാൽ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദുനിയാവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പരലോകത്തിന്റെ കാര്യത്തിൽ, അള്ളാഹനെ കാണുന്ന വിഷയത്തിൽ, സ്വർഗത്തിന്റെ വിഷയത്തിലൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചില ആളുകളൊക്കെ വന്നു. ആ സമയത്ത് അദ്ദേഹം കരയാണ്. ആളുകൾ വിചാരിച്ചു ഇവിടെ വിട്ടേച്ചു പോകുന്ന സമ്പത്തിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ വിഷയത്തിലൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കരച്ചിലെന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദി. ഈ ദുനിയാവിന്റെ വിഷയത്തിലല്ല ഞാൻ കരയുന്നത്. ഈ ദുനിയാവിന്റെ വിഷയത്തിലോ ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളിൽ നിന്ന് വിട്ടേച്ചു പോകുന്നതിനെ കുറിച്ചോ അല്ല ഞാൻ കരയുന്നത്. മറിച്ച് വലാകിന്നി അബ്കി, ഞാൻ കരയാനുള്ള കാരണം ലിബുഅദി സഫരി വഖില്ലത സാദി, എന്റെ സഫർ, എന്റെ യാത്ര ദീർഘമാണ്. മരിച്ചു കഴിഞ്ഞാൽ ബർസഖിയായ ലോകം, പരലോകം അത് വിശാലമാണ്. എന്നാൽ വഖില്ലതാസി, എന്റെ കയ്യിലുള്ള വിഭവം, യാത്രാ വിഭവം ഒന്നുമില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല. അത് ആലോചിച്ചിട്ട് എനിക്ക് ബേജാറ്. ആലോചിച്ച് നോക്കണം, ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് ദീന് പഠിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന സഹാബിയാണ് പറയുന്നത്, എന്റെ കരച്ചിൽ, ഞാൻ കരയാനുള്ള കാരണം എന്റെ യാത്ര വിദൂരമാണ്, വിശാലമാണ്. പക്ഷെ എന്റെ കയ്യിലുള്ള യാത്രാ വിഭവങ്ങൾ എന്റെ കയ്യിലൊന്നുമില്ല, അതെന്റെ പ്രശ്നം. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, അസ്ബഹതു ഫീ സുഊദിൻ മുഹ്ബിതത്തിൻ അലാ ജന്നത്തിൻ ഔ നാർ. എന്റെ ബേജാറിന്റെ കാരണം എന്താണെന്നോ, ഞാൻ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കുന്നുകൾക്കും കുഴികൾക്കും ഇടയിലാണുള്ളത്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കുന്നിന്റെയും കുഴിന്റെ ഇടയിലാണ് ഞാനുള്ളത്. എനിക്കറിയൂല, ഫലാ അദ്രി ഇലാ അയ്യിഹിമാ യുസ്ലകു ബി, അതിലേതിലാ ഞാൻ പോയി പതിക്കുക എന്നുള്ള കാര്യം എനിക്കറിയൂല, അതെന്റെ ബേജാർ. പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അവസാന നിമിഷത്തിലുള്ള വാക്കുകളാണ്. അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് മർവാൻ ഇബ്നു ഹക്കം റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നുണ്ട്. ഈ മർവാൻ വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ രോഗശമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവളെ രോഗം അള്ളാഹു വേഗം മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു ലിഖാഅക ഫഅഹിബ്ബ ലിഖാഇ. അല്ലാഹുവേ, നിന്നെ കണ്ടുമുട്ടാൻ ഞാൻ അതിയായി ഇഷ്ടപ്പെടുന്നുണ്ട്. റബ്ബേ, എന്നെ കാണാൻ നീയും ഇഷ്ടപ്പെടണേ. പക്ഷാത്ത വാക്കാണത്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറയണം, അല്ലാഹുവേ, നിന്നെ കാണാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ കാണാൻ റബ്ബേ, നീയും എന്നെ കണ്ടുമുട്ടാൻ നീയും ഇഷ്ടപ്പെടണേ. എന്താ പറയുന്നതെന്നറിയോ? ചില ആളുകളുണ്ട്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കൂല, അവരെ തിരിഞ്ഞു നോക്കൂല, ഒരു നിലക്കും അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണാൻ പറ്റും. 3 വിഭാഗം ആളുകൾ, അല്ലാഹു അവരെ നോക്കൂല, അവരെ സംസ്കരിക്കൂല, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നില്ല. കാരുണ്യത്തിന്റെ നോട്ടം കിട്ടാത്ത ആൾക്കാരുണ്ട്. അതില് ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ പറ്റുന്നറിയോ? വസ്ത്രം നെരിയാണിക്ക് താഴെ ധരിക്കുന്ന ആളുകളാണ്. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം, വസ്ത്രം നെരിയാണിക്ക് താഴെയൊക്കെ. വേറെ ചില ഹദീസുകളിൽ കാണാൻ പറ്റും, പുരുഷവേഷം കെട്ടുന്ന സ്ത്രീകളുടെ കാര്യത്തിലുണ്ട്. ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു പള്ളിയിലേക്ക് വരുന്ന സമയത്തും എല്ലായ്പ്പോഴും ഒരു വിശ്വാസി ഇസ്ലാമിക വേഷമായിരിക്കണം. അത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത് പുരുഷന്മാരോടാണ്. നെരിയാണിക്ക് താഴെ നമ്മുടെ വസ്ത്രമില്ല എന്ന് ഉറപ്പിക്കണം പ്രിയപ്പെട്ടവരെ. നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നരകത്തിലാണ്. ആ വസ്ത്രം മാത്രമല്ല, അതിന്റെ ഉടമയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെല്ലായ്പ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിക വേഷമായിരിക്കണം ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ. ചില പെണ്ണുങ്ങളുണ്ട്, അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവർ നഗ്നകളാണ്. അഥവാ അവരുടെ ശരീരം നല്ല ടൈറ്റാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരിക്കും, അല്ലെങ്കിൽ വല പോലുള്ള വസ്ത്രമായിരിക്കും. അവർ വസ്ത്രം ധരിച്ചിട്ടും അവരുടെ ശരീരം മറ്റുള്ളവർ കാണുന്ന രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മായിലാത്തുൻ മുമീലാത്തുൻ. ഒരിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ നടക്കും, പുരുഷനെ വശീകരിക്കുന്ന രൂപത്തിലുള്ള നടത്തങ്ങളൊക്കെ നടക്കും. റൂസഉന്നക അസ്നിമത്തുൽ ബുഖ്തിൽ മായില. അവരുടെ തല എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യദ്ഖുൽനൽ ജന്ന ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹ. അവർ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവർ, എല്ലാ നന്മയും ചെയ്തിട്ട് വസ്ത്രധാരണത്തിന്റെ പേരിൽ നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരാകണമെങ്കിലോ അത് നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ നമ്മുടെ വേഷം കൂടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീനിനെ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.